ദയവ് ചെയ്ത് എല്ലാവരുടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരാളെ വിമർശിച്ചോളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്തോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജെട്ടിയും പ്രായം ഇട്ട് കോഴിക്കോട് ഓടുമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു. അവ ഇന്നലെ വേറൊരു പോസ്റ്റ് ഇട്ടു, എനിക്ക് നടൻ ദിലീപ് 7 കോടി രൂപ തന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 100 രൂപ തന്നിട്ടുണ്ടെന്ന് നീ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഇനിയുള്ള കാലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഇത് പോസ്റ്റ് നീ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. സ്പോട്ടിൽ എന്തായാലും മാന്യനാണ്. അപ്പോഴേ പിൻവലിച്ചു. ഇപ്പൊ രാജ്യത്ത് BJPക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു ഇതുണ്ട്, അകൽച്ചയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആകെയുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ ഒപ്പം കൂടെ നിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. കാര്യം ഹിന്ദുക്കളിൽ പല ആൾക്കാരും മാറിപ്പോയി, ക്രിസ്ത്യൻ സമൂഹം വലുതായിട്ട് മാറിപ്പോയി, ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒരുപാട് ഭൂരിപക്ഷം, അതായത് ഇപ്പം ഗോവ ക്രിസ്ത്യൻ സമുദായം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. മേഘാലയ, മണിപ്പൂർ ഇങ്ങനെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് BJP ആണ് ഭരിക്കുന്നത്. അപ്പം ബാക്കി വരുന്ന ഒരു വിഭാഗത്തെ BJPയിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിൽ ഈ വിദ്വേഷം BJPക്കാരെയും മുസ്ലിംസിന്റെ ഇടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള വലിയൊരു വിഭാഗം മുസ്ലിം ജനതയ്ക്കും എന്തോ BJP ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു വിഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ. എന്നോ നടന്ന ഒരു കലാപത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ എല്ലാവരെയും ഇനിയും കൊല്ലും. ഈ കഴിഞ്ഞ 13 വർഷം കൊണ്ട് അപ്രമാദിത്വത്തോടെ രാജ്യത്ത് BJP ഭരിക്കുകയാണ്. എൻ്റെ അറിവിൽ ഒരു മുസൽമാന് പോലും ഈ രാജ്യത്ത് നിന്ന് മോദിയുടെ ഭരണം കാരണം ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം രാഷ്ട്രീയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രാദേശികമായിട്ട് ഒരു വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ 130 കോടി ജനതയുടെ ഇടയിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്തൊരു മാധ്യമങ്ങളിൽ ചർച്ചയാക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ യൂസഫ് അലി സാഹിബിന്റെ വീടോ അല്ലെങ്കിൽ ഇപ്പൊ എറണാകുളത്ത് ആസാദ് മൂപ്പന്റെ വീടോ കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേരളം. ഇനി ഞാൻ നേരെ പോയി കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഒരു വീട് 10 പേർ താമസിക്കുന്ന 100 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ഷെഡ്, അത് മാത്രം കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചാൽ കേരളം കാണാത്തവൻ വിചാരിക്കും കേരളത്തിലുള്ളവർ മൊത്തം ഇങ്ങനെയാണെന്ന്. ഇനി അതല്ല, നേരെ തിരിച്ച് യൂസഫ് അലി സാഹിബിന്റെ വീടും ആസാദ് മൂപ്പന്റെ വീടും കാണിച്ചിട്ട് രാജ്യത്തിന് പുറത്തുള്ള ഒരാൾ ഇതാണ് കേരളം എന്ന് പറഞ്ഞിരിക്കും. അതായത് എന്ത് പ്രചരിക്കുന്നു അതാണ് സത്യം. മാധ്യമങ്ങൾ പറയുന്നത് വാർത്തയാണെന്നും ഇത് സത്യമല്ല എന്നും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ല. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് അതായത് നമ്മുടെ കൺമുന്നിൽ പോലും ഒരു മാധ്യമ പ്രവർത്തനം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ അതല്ല നടക്കുന്നത്. പക്ഷേ വാർത്ത കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതാണോ നടക്കുന്നത്. അപ്പൊ ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പം 1-2 പേരുടെ സർവേ ചിലപ്പം എവിടെങ്കിലും ചെല്ലും. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ റോഡിലുള്ള CA2-ന്റെ സെക്രട്ടറിമാരുടെ അടുത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അടുത്തും പോയിട്ട് ചോദിക്കുകയാണ് അഖിൽമാരാർ ജയിക്കുമെന്ന്. അവർ ഞാൻ ജയിക്കുമെന്ന് പറയൂ. അവരെന്നെ ആക്ഷേപിക്കാനുള്ളത് പരമാവധി ആക്ഷേപിക്കും. തൃക്കാക്കരയിലെ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അല്ല. ജനങ്ങളിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ട് LDF, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പുറമെ അഖിൽമാരെ തെരഞ്ഞെടുക്കണം? അല്ല, സ്വതന്ത്ര സ്ഥാനം ഞാൻ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2020 മുന്നണി NDA. വ്യക്തിപരമായിട്ട് ഞാനും പറയുന്നത് നിങ്ങളെ പറഞ്ഞു പറ്റിക്കില്ല എന്ന് തന്നെയാണ്. ഇപ്പൊ 2020 ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. കിഴക്കമ്പലത്തായിക്കോട്ടെ, അവർ വികസനം ചെയ്തിട്ടുള്ള 4 പഞ്ചായത്തുകളിലായിക്കോട്ടെ, പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ച് അഴിമതിരഹിതമായ ജനക്ഷേമപരമായ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകി കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് 2020. 2020-ക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ മറ്റുള്ളവർ മത്സരിച്ചെന്നറിയാവോ? ചിഹ്നമില്ലാതെ. കോൺഗ്രസിന് ചിഹ്നമില്ല, CPM-ന് ചിഹ്നമില്ല. 2 പേരും കൂടെ ഒരുമിച്ച് 2020-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് എന്തിനാ 2020 തോൽപ്പിക്കുന്നത്? നാടിന് നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തല്ലേ. പക്ഷേ ഈ 2020-യെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ചിഹ്നമില്ല, CPM-ന് ചിഹ്നമില്ല, SDPIക്ക് ചിഹ്നമില്ല. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് ഈ 2020-ക്കെതിരെ മത്സരിച്ചത്. ഇനി ഇപ്പുറത്ത് നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെക്കാട്ടിയും ഏറ്റവും മനോഹരമായിട്ടും മുന്നോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ചെയ്തു പോകുന്ന പ്രധാനമന്ത്രിയാണ്. അപ്പം നമുക്ക് എന്തിവിടെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും പറ്റിക്കില്ല, എൻ്റെ പ്രസ്ഥാനം ആരെയും പറ്റിക്കില്ല. അപ്പം അതൊരു കോൺഫിഡൻസ്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചവർ, ഇവിടുത്തെ ജനതയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നവർ, ഇവിടെ കോൺഗ്രസിന്റെ കോട്ടയാണെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലെ തന്നെ പ്രവർത്തകരെ ശ്രദ്ധിക്കാതെ പോവുക. എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണല്ലോ ആദ്യത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. തൃക്കാക്കരയ്ക്ക് വേണ്ടി അഖിൽമാരാർ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 3 പദ്ധതികൾ അല്ലെങ്കിൽ 3 വികസന പരിഹാരങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഇത് 1-2 പദ്ധതികൾ അല്ലെങ്കിൽ വികസനം ഇത് പറയുന്നതിനേക്കാളല്ല ഉപരി ഓരോ പ്രദേശത്തെയും ജനതയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, തൃക്കാക്കരയിൽ ഞാൻ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രശ്നം ഇരുമ്പ് പാലം മാറി അവിടെ വലിയ പാലം വരിക എന്നുള്ളതാണ്. ഞാൻ അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാ ദിവസവും അരി തരാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും കക്കൂസിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്തു തരാം, അല്ലെങ്കിൽ ജനക്ഷേമ പദ്ധതി തരാം എന്ന് പറയുന്നതിനല്ല അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം ഇന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഉറപ്പില്ലാത്ത വീടുകളാണ്.
ആ വീടുകളില്ലാത്ത പ്രദേശത്ത് അത് ചെയ്തു കൊടുക്കുക. മറ്റൊരു പ്രദേശത്ത് ചെല്ലുമ്പോൾ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട്, ശുദ്ധജലം തൃക്കാക്കരയിൽ കിട്ടുന്നില്ല. നിലവിൽ ഏറ്റവും പ്രധാനമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നം അല്ല, എന്താണ്? ഇതെല്ലാം അതാണ് തൃക്കാക്കര എന്ന് അല്ല പറയുന്നത്. ഇപ്പൊ ആലുവയിലെ ഗതാഗത കുരുക്കുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഗതാഗത കോട്ടയത്തെ കുടിവെള്ള പ്രശ്നം ആ, ഉണ്ടാവാം. അങ്ങനെ 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 തൃക്കാക്കരയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കാൻഡിഡേറ്റ് അറിയണ്ടേ? തൃക്കാക്കരയില് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ വ്യക്തിപരമായിട്ട് ഇവിടെ ലോകത്താരും എന്ന് വാഗ്ദാനം ചെയ്താലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഉം, കാരണം അതിപ്പോ വാഗ്ദാനം ചെയ്ത് മാറ്റേണ്ടതുമല്ല. ഉം. ഇപ്പൊ വൈകുന്നേരങ്ങളിൽ അത് ഇൻഫോ പാർക്ക് മനസ്സിലായില്ല, വാഗ്ദാനം ചെയ്ത് മാറ്റേണ്ട എന്നുള്ള എന്റെ വ്യക്തി അങ്ങനല്ല, അത് ഞാൻ അതാ പറയാൻ വന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ നമ്മളെ ഇൻഫോ പാർക്ക് റോഡ് ഉം, ഭയങ്കര തിരക്കുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ആ സമയത്തെ ഇൻഫോ പാർക്കിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്ന വലിയൊരു വിഭാഗം ജനത ഒരുമിച്ച് റോഡിൽ ഇറങ്ങുന്നതുകൊണ്ടാണ്. ഉം, അതേ തിരക്ക് 10 മണി മുതൽ 4 മണി വരെ ഇല്ല. ഉം, ഉം. അപ്പൊ നമ്മൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന രാവിലത്തെ സമയത്ത് ഒരു തിരക്കുണ്ട്, വൈകുന്നേരം ഷാർജയിൽ നിന്ന് തിരിച്ച് ദുബായിലേക്ക് വരുന്ന തിരക്കുണ്ട്. ദുബായ് രാജ്യത്തിന് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉം. മണിക്കൂറുകളോളം ദുബായിലുള്ള ജനത ഈ ബ്ലോക്കിൽ പെട്ടല്ലേ കിടക്കുന്നത്. അതെന്ന് പറയുന്നത് അത് ആ നിമിഷത്തെ സാഹചര്യം സൃഷ്ടിക്കുന്ന തിരക്കാണ്, അതൊരു പൊതു പ്രശ്നമല്ല. ഇപ്പൊ ഇവിടുത്തെ മെട്രോയുടെ പണി നടന്ന സമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് മെട്രോ വന്നു കഴിഞ്ഞാൽ അത് മാറും, അത് ഓക്കേ, സ്വാഭാവികമായിട്ടും ഓക്കേ, മാറും. ഓക്കേ, ഓക്കേ. അപ്പൊ ഇതുപോലെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത് ചില കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ആ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഡോക്ടറെ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ തൊലിപ്പുറത്ത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തൊലിയുടെ മണ്ടയിൽ പുരട്ടേണ്ടതല്ല, അത് ഉള്ളിലുള്ള കുടലിന്റെ പ്രശ്നമാണ്. ചിലപ്പോൾ വായിൽ നമുക്ക് പുണ്ണ് വരുന്നത് കുടലിന്റെ പ്രശ്നമാണെങ്കിൽ കുടലിന് പ്രശ്നം മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. വായുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാറില്ല. അപ്പൊ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം കണ്ടെത്തി ആ കാരണത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. ഉം. പിന്നെ നമ്മളിത് ഹാർട്ട് ഓഫ് ദ സിറ്റി ആണ്. നമ്മുടെ ഇപ്പൊ ചമ്പക്കരയുടെ പ്രശ്നങ്ങൾ ഞാനിപ്പോ ചമ്പക്കര ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ചമ്പക്കര ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിയുക. ചമ്പക്കര പാലവുമായി ബന്ധപ്പെട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ നീക്കാത്തതിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. ഇവിടുത്തെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടുത്തെ ജനത പറയുമ്പോൾ, അപ്പൊ ഇവിടുത്തെ ഈ ചമ്പക്കര പ്രദേശത്തെ ജനതയുടെ ആവശ്യം എന്താണോ അല്ല, അത് ഞാൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. മറ്റ് MLA-മാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ അവർ കൃത്യമായ പ്ലാനുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു AI മാതൃക കൊണ്ടുവന്ന് കൃത്യമായി മീറ്റ് വേസ്റ്റിനെയും പ്ലാസ്റ്റിക് വേസ്റ്റിനെയും മറ്റ് വേസ്റ്റുകളെയും തരംതിരിക്കുക, പ്ലാന്റുകൾ സ്ഥാപിക്കേണ്ട ഭൂപ്പ് രേഖയെ പറ്റിയും അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുക. ചെമ്പക്കരയെ സംബന്ധിച്ചിടത്തോളം മത്സ്യ വേസ്റ്റ് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം ഇവിടുത്തെ ആളുകളുടെ ഉപജീവനവും മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിനെന്താ ശാസ്ത്രീയമായിട്ട് അഖിൽമാരുടെ മനസ്സിലുള്ളത്? ഞാനിത് പറഞ്ഞത്, ഇതുവരെ ഈ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം മാറുന്നു. ചമ്പക്കരയിൽ ആദ്യമായിട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. അല്ല, അതുകൊണ്ട് അഖിൽമാരോട് ചോദിക്കുന്നത്. അതാ കഴിഞ്ഞ വികസന പത്രിക എടുത്ത് നോക്കൂ, ഇത് തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപത്തെ വികസന പത്രിക എടുത്ത് നോക്കൂ, അവർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പുതിയ ടെക്നോളജി എന്തുവാന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് അറിയത്തില്ല. പുള്ളി പണ്ടെന്നൊക്കെയാണ് പണ്ട് പറയുന്നത് കേട്ട. പുള്ളിയുടെ ആദ്യം പോയി ചോദിക്കണം, എന്താണ് ടെക്നോളജി, ചമ്പക്കരയിലെ വേസ്റ്റ് എങ്ങനെയാണ് പരിഹരിക്കുന്നത് ചോദിക്കണം. അത് ഇതിനെക്കുറിച്ച് അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ്. ഇപ്പം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചൊരു ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കാൻ പറ്റും. വേസ്റ്റ് മാനേജ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മറ്റു ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയുമാണ് അവിടെ ആവശ്യം. അപ്പോൾ ഇത് അതാ ഞാൻ പറയുന്നത്, അതിന് ഈ ഒരു വ്യക്തി എന്ന നിലയിലല്ല, ആ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യനോട് ചോദിച്ചിട്ട് അയാളുടെ ഉപദേശം സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുല്ലക്കര ഡാം പൊട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരാണെന്ന് ബഹളം വയ്ക്കും. അപ്പം നമ്മൾ ഡാം മാനേജ്മെന്റ് സമിതി അവിടെ പോയി ഇത് അന്വേഷിച്ചിട്ട് ഇത് പൊട്ടത്തില്ല എന്ന് പറയുന്നു. നമ്മൾ അവരെ വിശ്വസിക്കണോ അതോ ഒരു വക്കീൽ കിടന്ന് ബഹളം വെക്കുന്നത് വിശ്വസിക്കണോ? എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവന്റെ ഉപദേശം സ്വീകരിക്കുക, അതാണ് ഏറ്റവും മികച്ച രീതി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു പ്രദേശത്ത് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്തു തരാമെന്ന് പറയണമെങ്കിൽ ആ മേഖലയിൽ ഞാൻ അഗ്രഗണ്യനായിരിക്കണം, പ്രാവീണ്യമുള്ളവനായിരിക്കണം. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രശ്നം. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, അതിന് ആരാണ് ബെസ്റ്റ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ ഞാൻ തേടിപ്പോകും. അത് കൃത്യമായിട്ട് അവർക്ക് ഞാൻ കൊണ്ട് കൊടുക്കും.